Hello everyone and welcome to Mehars kitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി സ്റ്റഫ്ഡ് ക്യാപ്സിക്കം റെസിപ്പി നോക്കാം. ക്യാപ്സിക്കം നിറച്ചത് നല്ല ടേസ്റ്റിയാണ്, വെജിറ്റേറിയനൊക്കെ പറ്റിയ നല്ല ഡിഷാണ്. വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ, ചപ്പാത്തിക്കൊക്കെ പറ്റിയ ഡിഷാണ്. അപ്പോൾ നോക്കാം മമ്മി എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. മമ്മിനോട് ഇതിൻ്റെ റെസിപ്പി ചോദിക്കാം. അപ്പോൾ ഈ അടിപൊളി ക്യാപ്സിക്കം നിറച്ചത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ട് നടുവെന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ക്യാപ്സിക്കമാണ് നമുക്കിതിന് ആവശ്യമുള്ളത്, കുറേ വലിയ ക്യാപ്സിക്കം വേണ്ട. ഇവിടെ ഒരു 6-7 ക്യാപ്സിക്കം എടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യമുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഓക്കെ, ചെറിയ ക്യാപ്സിക്കമാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് നിലക്കടലയാണ്, പീനട്ട്സ്. ഇത് നന്നായിട്ട് ഒരു 5-6 മിനിറ്റ് വറുത്തെടുക്കണം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുക്കാം. ഒരു 1/4 കപ്പാണ് ഇത് ആവശ്യമുള്ളത്. ഇത് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് വല്ലാണ്ട് ഒരു പൗഡർ ആക്കാതെ ഇതുപോലെ കോഴ്സ്ലി ഗ്രൈൻഡ് ചെയ്താൽ മതി. ഇങ്ങനെ അതിൻ്റെ ചങ്ക്സൊക്കെ നമുക്ക് നിലക്കടല അങ്ങനെ കടിക്കണം ചെറുതായിട്ടൊക്കെ. അപ്പോൾ വല്ലാണ്ട് ഒരു പൗഡർ ആക്കാൻ പാടില്ല, ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചങ്ക്സോട് കൂടെയാണ് ഇത് പൊടിച്ചെടുക്കേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയാണ്. ഇവിടെ 1 കപ്പ് നിറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5-8 നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. പിന്നെ വെളുത്തുള്ളിയുടെ അല്ലി ഒരു 6-7 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇത് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ ക്വാണ്ടിറ്റിനനുസരിച്ചിട്ട് ഒരു 10-12 ചെറുതാണെങ്കിൽ 10-12 വെളുത്തുള്ളിയുടെ അല്ലി എടുക്കാം. പിന്നെ ഒരു നാരങ്ങയുടെ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം എത്രയാണ് അത് പിന്നെ പറഞ്ഞുതരാം ചേർക്കേണ്ടത്. ഇനി നമുക്ക് ആദ്യം ഇത് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങ അരക്കാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സി ഗ്രൈൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നാരങ്ങ നീരും പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഫുള്ള് ഒന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്ന ആവശ്യമില്ല, ഒരു ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച നെൽക്കടല ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ഇതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കായംപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില ആവശ്യത്തിന്. ഇതെല്ലാം നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് നിറച്ച് കൊടുക്കാം. ക്യാപ്സിക്കം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമർത്തിയിട്ട് വേണം, നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ആവശ്യമുള്ള സ്റ്റഫിങ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കം എല്ലാം സ്റ്റഫ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്യാപ്സിക്കം ഇവിടെ നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഓയിൽ ചൂടാക്കിയെടുക്കാൻ. ഓയിൽ ചൂടായ ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്കിതിലേക്ക് ക്യാപ്സിക്കം വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട്. എന്നിട്ട് ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരു 4-5 മിനിറ്റ് ഒരു സൈഡ് നമുക്ക് ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. 4-5 മിനിറ്റിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്ത് ശരിയാക്കിയെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഇത് മറിച്ച് കൊടുക്കാം. ഇത് മറിച്ച് കൊടുത്തിട്ട് മറ്റേ സൈഡും നമുക്കിങ്ങനെ സെയിം രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് കൊടുത്തിട്ട് ഒരു 8-10 മിനിറ്റ് ടോട്ടൽ ഇത് ക്യാപ്സിക്കം ഒന്ന് സോഫ്റ്റ് ആവണ വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ക്യാപ്സിക്കം സോഫ്റ്റ് ആവണം, അത് നോക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ക്യാപ്സിക്കം സോഫ്റ്റ് ആക്കി എടുക്കണം. ഇതും നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് വീണ്ടും നമ്മളത് ശരിയാക്കിയെടുക്കാം. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം നിറച്ചത് റെഡിയാണ്. ഫ്രൈ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ക്യാപ്സിക്കം എല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഗ്യാസിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള ക്യാപ്സിക്കം എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി
ക്യാപ്സിക്കം നിറച്ചത് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്. വളരെ സിമ്പിളല്ല റെസിപ്പി, നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിക്കും ചോറ് പരിപ്പ് കറിയൊക്കെ തിന്നാൻ പറ്റിയ നല്ലൊരു ഫേമസ് ഡിഷാണ്. ഇത് നോർത്ത് സൈഡിലും ബോംബെ സൈഡിലും ഒക്കെ കിട്ടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം. വെജിറ്റേറിയൻസിനൊക്കെ പറ്റിയ ഒരു ഡിഷാണ്. എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഞങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കനും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.